എല്ലാവർക്കും സ്കൂൾ തല ടാലൻറ്റ് ടെസ്റ്റിലേക്ക് സ്വാഗതം. ടാലൻറ്റ് ടെസ്റ്റിലെ നിർദ്ദേശങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ആകെ 15 ചോദ്യങ്ങളാണ് ഉള്ളത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതണം. ഓരോ ചോദ്യങ്ങൾക്കും 4 ഓപ്ഷനുകൾ ഉണ്ടാകും. എ, ബി, സി, ഡി എന്നിങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടാകും. ഉത്തരമെഴുതുമ്പോൾ ചോദ്യത്തിൻ്റെ നമ്പർ ഇട്ട് അതിൻ്റെ ഉത്തരം വരുന്ന ആൽഫ കോഡ് മാത്രം എഴുതിയാൽ മതി. അഥവാ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണെങ്കിൽ 1 എന്ന് നമ്പർ ഇട്ട് സി എന്ന് മാത്രം എഴുതിയാൽ മതി. നിശ്ചയിക്കപ്പെട്ട സമയം 30 മിനിറ്റാണ്. 30 മിനിറ്റിന് മുമ്പ്, സമയം തീരുന്നതിന് മുമ്പ് എല്ലാ ഉത്തരവും പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഉറുദു ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. പഹല സവാൽ, ചോദ്യം 1. യേ കിസ്കി തസ്വീർ ഹെ? യേ കിസ്കി തസ്വീർ ഹെ എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: എ, ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീറെ ആസം. ഓപ്ഷൻ ബി, ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീറെ ആല. ഓപ്ഷൻ സി, ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീറെ താലീം. ഓപ്ഷൻ ഡി, ബാബായെ ഉറുദു. ഇത് ആരുടെ ചിത്രമാണ്? സവാൽ 2. ക്വസ്റ്റ്യൻ നമ്പർ 2. ധനക് മേ യേ രംഗ് നഹി ഹെ. ധനക്കിൽ ഇല്ലാത്ത നിറം ഏത്? ഓപ്ഷൻ എ, പീല. ഓപ്ഷൻ ബി, നീല. ഓപ്ഷൻ സി, കാല. ഓപ്ഷൻ ഡി, ഊദ. കോൺസാ രംഗ് ധനക് മേ നഹി ഹെ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, യേ കിസ്കി തസ്വീർ ഹെ? ഓപ്ഷൻ എ, മദർ തെരേസ. ഓപ്ഷൻ ബി, സരോജിനി നായിഡു. ഓപ്ഷൻ സി, വിജയ് ലക്ഷ്മി പണ്ഡിറ്റ്. ഓപ്ഷൻ ഡി, ലതാ മങ്കേഷ്കർ. ഈ ചിത്രം ആരുടേതാണ് എന്നതാണ് ചോദ്യം. സവാൽ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4. മുസക്കർ ലഫ്സ് ചുൻകർ ലിഖിയെ. ഇവയിൽ ഏതാണ് മുസക്കർ? ഓപ്ഷൻ എ, കിതാബ്. ഓപ്ഷൻ ബി, ഗുഡിയ. ഓപ്ഷൻ സി, ടോപ്പി. ഓപ്ഷൻ ഡി, പാനി. ഇവയിൽ മുസക്കറായ പദം ഏതാണ്? പാഞ്ച്വാ സവാൽ, ക്വസ്റ്റ്യൻ നമ്പർ 5. കിസാൻ കഹാ കാം കർത്താ ഹെ? കിസാൻ കഹാ കാം കർത്താ ഹെ? ഓപ്ഷൻസ്: എ, अस्पताल. बी, गाड़ी. सी, खेत. डी, नदी. इसमें किसान कहाँ काम करता है? ക്വസ്റ്റ്യൻ നമ്പർ 6. ഈ ചിത്രം നന്നായി നോക്കുക. ഓരോ ചിത്രത്തിൻ്റെയും കൂടെ നമ്പർ ഉണ്ട്. ആ നമ്പർ കൂടി ഓർത്ത് വെക്കുക. ചോദ്യം ഇതാണ്: ക്യാ ആപ്നെ തസ്വീർ ദേഖാ ഹെ? നിങ്ങൾ തസ്വീർ കണ്ടല്ലോ അല്ലേ? ഇസ്മേ മിട്ടി കെ ബാഹർ ഉഗനെ വാലി തർക്കാരിയാ ക്യാ ക്യാ ഹൈ? മിട്ടി കെ ബാഹർ ഉഗനെ വാലി തർക്കാരിയാ ക്യാ ക്യാ ഹൈ? മിട്ടിക്ക് പുറത്ത്, മണ്ണിന് പുറത്തുണ്ടാകുന്ന പച്ചക്കറികൾ ഏതെല്ലാമാണ്? മുനാസിബ് ജോഡ് ചുൻകർ ലിഖിയെ. ഓപ്ഷൻസ്: എ, 3, 5, 6, 7. അഥവാ 3, 5, 6, 7 എന്നീ നമ്പർ ഇട്ട പച്ചക്കറികൾ അതാണോ മിട്ടി കെ ബാഹർ ഉഗനെ വാലി എന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻ ബി, 2, 4, 5, 7. ഓപ്ഷൻ സി, 2, 3, 6, 8. ഓപ്ഷൻ ഡി, 1, 2, 4, 8. ചിത്രം ഓർമ്മയില്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് എടുക്കുക. വീഡിയോ റിവേഴ്സ് എടുത്തിട്ട് ആ ചിത്രം ഒന്നുകൂടി നോക്കി ഏതൊക്കെയാണ് അവയിൽ മണ്ണിന് പുറത്തുണ്ടാകുന്നത്
എന്ന് നോക്കി അവയുടെ നമ്പർ നോട്ട് ചെയ്ത് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ये तो 7वां सवाल है. क्वेश्चन नंबर 7. ചോദ്യം ഇതാണ്. चाचा जी के अब्बा का नाम क्या है? चाचा जी के अब्बा का नाम क्या है? ചാച്ചാജിയുടെ അബ്ബാക്ക നാമാണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി നന്ദലാൽ നെഹ്റു. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി നന്ദലാൽ നെഹ്റു. ഇവയിലേതാണ് ചാച്ചാജിക്ക് അബ്ബ? This is up, it's high, it's miles in the air. You see on the replay, he spotted it early, kept his eye on the ball and sent it over the... This is the best shot he's ever played. This is a full toss, it's up, it's high over mid-on, over long. This is straight and hard, lucky with the ball. सवाल नंबर 8. क्या आप വീഡിയോ देखा है? എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ അല്ലേ? എന്തായിരുന്നു? ये एक खेल की वीडियो है. ഇതൊരു खेल की वीडियो ആണ്. इस खेल का आला का नाम चुनकर लिखिए. ആ ഖേലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഉപകരണത്തിൻ്റെ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ വിക്കറ്റ്, ഓപ്ഷൻ ബി ഹോക്കി സ്റ്റിക്ക്, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി റസ്സി. ഏതാണ് ആ കളിക്കിൽ ഉപയോഗിക്കുന്ന ആലാത്ത് എന്നാണ് എഴുതേണ്ടത്. എല്ലാവരും ഈ കലണ്ടർ ഒന്ന് നോക്കിയേ. ഈ കലണ്ടറുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്. 25 नवंबर 2021 कौन सा दिन है? 25 നവംബർ ഏതു ദിവസമാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ജുമാരാത്ത്, ഓപ്ഷൻ ബി ജുമുഅ, ഓപ്ഷൻ സി മംഗൽ, ഓപ്ഷൻ ഡി ബുധ്. ഇവയിലേതാണ് 25 നവംബർ? 10ാമത്തെ ചോദ്യം. ഇൻമേ സെ കോൻ സി താരീഖി ഇമാരത്ത് ഹൈദരാബാദ് മേ ഹെ? താഴെ ചില താരീഖി ഇമാരത്ത് ചരിത്ര സ്മാരകങ്ങളുടെ പേരുകളാണ്. ഇവയിലേതാണ് ഹൈദരാബാദിലുള്ളത്? ഓപ്ഷൻ എ താജ്മഹൽ, ഓപ്ഷൻ ബി ലാൽ കില, ഓപ്ഷൻ സി ചാർമിനാർ, ഓപ്ഷൻ ഡി കുത്തബ് മിനാർ. ഓപ്ഷൻ ഡി ആണ് കുത്തബ് മിനാർ. ഇവയിലേതാണ് ഹൈദരാബാദിലുള്ളത്? ഇനി നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് പഹലാ തസ്വീർ, ഒന്നാമത്തെ തസ്വീറാണിത്. ये तो दूसरा तस्वीर है. ഇത് രണ്ടാമത്തെ ചിത്രവുമാണ്. 2 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു. ഇനി 11ാമത്തെ ചോദ്യം. ദോനോ തസ്വീർ ഗൗർ സെ ദേഖിയേ. 2 ചിത്രങ്ങളും നല്ലപോലെ നിങ്ങൾ നോക്കിയല്ലോ അല്ലേ? ദൂസരെ തസ്വീർ മേ ഏക് ജാൻവർ നഹി ഹെ. രണ്ടാമത് കാണിച്ച തസ്വീറിൽ ആദ്യത്തെ ചിത്രത്തിലുള്ള ഒരു ജാൻവറിനെ കാണാനില്ല. വോ കോൻ ഹെ? അത് ആരാണ്? ഓപ്ഷൻ എ ബില്ലി, ഓപ്ഷൻ ബി ഹാത്തി, ഓപ്ഷൻ സി ഷേർ, ഓപ്ഷൻ ഡി കുത്ത. ഓപ്ഷൻ ഡി ആണ് കുത്ത. സവാൽ നമ്പർ 12. 12ാമത്തെ ചോദ്യം. ചോദ്യം देखिए कौन सा जोड़ सही नहीं है? कौन सा जोड़ सही नहीं है? ഏത് ജോഡിയാണ് ശരിയല്ലാത്തതായിട്ടുള്ളത്? ഓപ്ഷൻ എ ബില്ല ബൈൽ, ഓപ്ഷൻ ബി ഷേർ ഷേർനി, ഓപ്ഷൻ സി ബന്ദർ ബന്ദരിയ, ഓപ്ഷൻ ഡി മോർ മോർനി. ഓപ്ഷൻ എ ബില്ല ബൈൽ, ഓപ്ഷൻ ബി ഷേർ ഷേർനി, ഓപ്ഷൻ സി ബന്ദർ ബന്ദരിയ, ഓപ്ഷൻ ഡി മോർ മോർനി. ഏതാണ് ശരിയല്ലാത്തത്? സോജാ ചാന്ദ് സിതാരേ സോജാ സോജാ പ്യാരേ പ്യാരേ സോജാ സോജാ ചാന്ദ് സിതാരേ സോജാ സോജാ പ്യാരേ പ്യാരേ സോജാ. ചോദ്യം നമ്പർ 13. ഈ ഗീത് ഗൗർ സെ സുനിയേ. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി ഈ പാട്ട് കേട്ടല്ലോ അല്ലേ? ഏ കോൻ സാ ഗീത് ഹേ? ഇത് ഏതു തരത്തിലുള്ള പാട്ടാണ്? ഈ പാട്ട് ഏത് തരത്തിലുള്ള പാട്ടാണ്?
ऑप्शन ए लोरी गीत, ऑप्शन बी दुआया नज़्म, ऑप्शन सी നാത്ത്, ഓപ്ഷൻ ഡി കൗമി ഗീത്. ഇത് നിങ്ങൾക്കിപ്പോൾ കേട്ട പാട്ട് ഏത് തരത്തിലുള്ള പാട്ടാണ് എന്നാണ് എഴുതേണ്ടത്. സവാൽ നമ്പർ 14, 14ാമത്തെ ചോദ്യം. നിങ്ങളിപ്പോൾ ഒരു ശബ്ദം കേട്ടല്ലോ അല്ലേ? എല്ലാവരും ശബ്ദം കേട്ടില്ലേ? ये एक गाड़ी की आवाज़ है. ഇതൊരു ഗാഡിയുടെ ശബ്ദമായിരുന്നു അല്ലേ? കിസ് ഗാഡി കി ആവാസ് ഹെ, ഏത് ഗാഡിയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്? ഓപ്ഷൻ എ റെയിൽ ഗാഡി, ഓപ്ഷൻ ബി ഹവായി ജഹാസ്, ഓപ്ഷൻ സി ജഹാസ്, ഓപ്ഷൻ ഡി ജീപ്പ്. ഇവയിൽ കിസ് ഗാഡി കി ആവാസാണ് നിങ്ങൾ കേട്ടത്? അവസാനത്തെ ചോദ്യം, 15ാമത്തെ ചോദ്യം. ആലമി യൗമെ ഉറുദു കബ് മനാത്തെ ഹെ, വേൾഡ് ഉറുദു ഡേ എപ്പോഴാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ 15 അഗസ്റ്റ്, ഓപ്ഷൻ ബി 9 നവംബർ, ഓപ്ഷൻ സി 15 ഫെബ്രുവരി, ഓപ്ഷൻ ഡി 11 നവംബർ. ഇവയിൽ ഏത് ദിവസമാണ് അലമി യൗമെ ഉറുദു ആചരിക്കുന്നത്? ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് വീണ്ടും കേട്ട് ശരിയായ ഉത്തരം എഴുതി സമയത്തിന് മുമ്പായി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ശുക്രിയ.